ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിലീഷ് മൈ ലൈഫ്. ഇന്നത്തെ റെസിപ്പി B11 മെനുവിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കോശരിയാണ്. ന്യൂട്ടെല്ല ആൻഡ് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവറിലുള്ള കോശരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 5 ഡിഫറെൻറ്റ് ലെയറിലായിട്ടാണ് നമ്മൾ കോശരി തയ്യാറാക്കുന്നത്. ഏറ്റവും താഴെ റൈസ് പുഡിംഗ് ലെയർ, അതിൻ്റെ മുകളിലായിട്ട് കുനാഫ ലെയർ, അതിൻ്റെ മുകളിലായിട്ട് ക്രീം ലെയർ, അതിൻ്റെ മുകളിലായിട്ട് ബക്ലാവ ലെയർ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ന്യൂട്ടെല്ല അല്ലെങ്കിൽ ബിസ്കോഫ്, മാംഗോ, അങ്ങനെ ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഒരു ലെയർ. ആദ്യം തന്നെ നമുക്ക് റൈസ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു 1/2 കപ്പ് അരി എടുക്കണം. അരി എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ റൈസാണ് നമുക്ക് എടുക്കേണ്ടത്. ഈജിപ്ഷ്യൻ റൈസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കാൽറോസിൻ്റെ റൈസ് എടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് അല്ലെങ്കിൽ മീഡിയം ഗ്രെയിൻ ആയിട്ടുള്ള റൈസ് എടുക്കാം. എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സ്റ്റാർച്ചി ടൈപ്പ് ഓഫ് റൈസാണ് ഈ ഒരു പുഡിങ്ങിന് വേണ്ടത്. നമ്മൾ പശപ്പ് കൂടുതലുള്ള ടൈപ്പ് അരി ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പ് അരിയാണ് ഇതിന് വേണ്ടത്. ഈ 1/2 കപ്പ് റൈസ് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഫുള്ള് വറ്റി വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 3/4 കപ്പ് ഹെവി ക്രീം ഒഴിച്ച് കൊടുക്കാം. ഹെവി ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഹെവി ക്രീം സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നന്നായി കുക്കായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൽ പാലൊക്കെ ഒരു 20% വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു കോൺഫ്ലോറിൻ്റെ സ്ലറി ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ടുള്ളൊരു സ്ലറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ചൂട് കൊടുക്കാൻ തന്നെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കോശരിയുടെ സെക്കൻഡ് ലെയർ വരുന്നത് കുനാഫ ലെയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുനാഫ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുനാഫയാണ്. നമുക്കൊരു 1.5 കപ്പോളം കുനാഫ ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. കുനാഫ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുനാഫ ഡോ, നമുക്ക് ഹോം മെയ്ഡ് കുനാഫ ഡോൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കുനാഫ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗീ അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുനാഫ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്, നമുക്കിതിന് മാറ്റി വയ്ക്കാം. തേർഡ് ലെയർ എന്ന് പറയുന്നത് ക്രീമിൻ്റെ ലെയറാണ്. അപ്പോൾ അതിനകത്ത് 1 കപ്പ് ഫ്രഷ് ക്രീമിന് മധുരത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഫ്രഷ് ക്രീമിന് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കുനാഫ ലെയറിലും ബക്ലാവയുടെ ലെയറിലും നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്വീറ്റ്നെസ് വരുന്നത് റൈസ് പുഡിങ്ങിൻ്റെ ലെയറിൽ നിന്നും ഈ ഫ്രഷ് ക്രീമിൻ്റെ ലെയറിൽ നിന്നും ഏറ്റവും മേലെ ഒഴിക്കുന്ന ന്യൂട്ടെല്ലയുടെയും ബിസ്കോഫിൻ്റെ ലെയറിൽ നിന്നുമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഫ്രഷ് ക്രീമിൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സ്വീറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീമിലാണ്. ഈ ഫ്രഷ് ക്രീം നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. തേർഡ് ലെയർ നമ്മൾ ഫിലോ പേസ്ട്രി, അതായത് ബക്ലാവ ഉണ്ടാക്കുന്ന ഫിലോ പേസ്ട്രിയാണ്. നമ്മളിത് സ്റ്റോർ ബോട്ടാണ്. നമുക്ക് ഈ ഫിലോ പേസ്ട്രി കിട്ടില്ല എന്നുണ്ടെങ്കിൽ പഫ് പേസ്ട്രി ബേക്ക് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് ഇട്ടാലും മതി. ഞാനിവിടെ 4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഓരോ ഷീറ്റായിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗീ പുരട്ടി കൊടുക്കണം. ഫസ്റ്റ് ലെയറും ഗീ പുരട്ടിയതിന് ശേഷം സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിലിടാം. അതിൻ്റെ മുകളിൽ നെയ്യ് തൂവി കൊടുക്കുക. അതിൻ്റെ മുകളിൽ തേർഡ് ലെയർ ഇടാം. അങ്ങനെ 4 ലെയറും മേലെ ആക്കിയിട്ട് ഇടാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 6 to 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് കിട്ടും. നമുക്കിതിനെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. അങ്ങനെ ബക്ലാവ ലെയറും കൂടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ന്യൂട്ടെല്ല സോസും ലോട്ടസ് ബിസ്കോഫ് സോസുമാണ്. ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ലെയർ റൈസ് പുഡിങ്ങിൻ്റെ ലെയർ, അതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കുനാഫ ലെയർ, അതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രഷ് ക്രീമിൻ്റെ ലെയർ,
അതിന് മുകളിലായിട്ട് ബക്ലാവ ലെയർ. ലാസ്റ്റ് ലെയറായിട്ട് ലോട്ടസ് ബിസ്കോഫിൻ്റെ സോസും അതേപോലെ തന്നെ ന്യൂട്രെല്ല സോസും ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. ആദ്യം തന്നെ റൈസ് പുഡിംഗ് ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ കുനാഫ നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫില്ലോ പേസ്ട്രിയുടെ ലെയറും കൂടി നിരത്തി കൊടുക്കാം. ഫില്ലോ പേസ്ട്രി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഫ്സിൻ്റെ പേസ്ട്രി ഒന്ന് ബേക്ക് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറായ സോസസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ലോട്ടസ് ബിസ്കോഫിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് മാറി മാറിയിട്ട് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂടുതലും കുറവ് എല്ലാം നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു തിൻ ലെയർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് കട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെവി മധുരമായിട്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ലോട്ടസ് ബിസ്കോഫിൻ്റെ സോസൊക്കെ ഭയങ്കര ഹെവിയാണ്, നല്ല മധുരമുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. ഇനി ഞാനിവിടെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടിയിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കോശരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇനി തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഫ്രഷ് ക്രീമും അതേപോലെ തന്നെ പുഡിങ്ങും തണുപ്പിച്ചിട്ടുള്ളതാണ്. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുനാഫയുടെ ലെയറും അതേപോലെ തന്നെ ഈ ഫില്ലോ പേസ്ട്രിയുടെ ലെയറൊക്കെ സോഗിയായി പോവും. അപ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ലെയറാക്കി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സെർവ് ചെയ്യണം നല്ലത്. ആ ഒരു ക്രഞ്ചി സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇതിൽ കുനാഫയുടെ ലെയർ വേണമെങ്കിൽ കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. കാരണം കുനാഫ ഭയങ്കര തിൻ ആൻഡ് ക്രിസ്പാണ്. അപ്പോൾ ഈ ഒരു തണുത്ത ക്രീമിൻ്റെ കൂടെ ആ ഒരു കുനാഫയുടെ ടെക്സ്ചർ നല്ല ടേസ്റ്റാണ്. ആ ക്രഞ്ചിനെസ് ഒന്നും കൂടെ കേൾപ്പിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോശരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പല ഫ്ലേവേഴ്സും ടോപ്പിങ്സും കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ന്യൂട്രെല്ല ലോട്ടസ് ബിസ്കോഫ് പോലെ മാംഗോ, ഓറിയോ, പിസ്താഷിയോ, സ്ട്രോബെറി അങ്ങനെ പല ഫ്ലേവേഴ്സും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.